ചാപ്റ്റർ 10 വാട്ട് ഈസ് കുക്കിംഗ്. എന്താണ് കുക്കിംഗ്? ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് കുക്കിംഗ് അല്ലേ. നമുക്ക് കുക്ക് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ കൂടി നമ്മളുടെ പാരൻസ്, നമ്മുടെ വീട്ടിലുള്ള ഗ്രാൻഡ് പാരൻസും റിലേറ്റീവ്സും ഒക്കെ കുക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുക്കിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പാത്രങ്ങൾ വേണം. എന്താ പാത്രത്തിന് ഇംഗ്ലീഷിൽ പറയുക? യുടെൻസിൽസ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യുടെൻസിൽസ് ഫോർ കുക്കിംഗ്. നമ്മൾ കുക്കിങ്ങിനായിട്ട് ഒരുപാട് ടൈപ്പിലുള്ള യുടെൻസിൽസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പ്രഷർ കുക്കർ, ഫ്രൈയിങ് പാൻ, സോസ് പാൻ, തവ, സ്ട്രെയിനർ, അങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള യുടെൻസിൽസ് നമ്മൾ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യും അല്ല. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് യുടെൻസിൽസിൻ്റെ പേരറിയാം, അറിയില്ലേ? യെസ്. യുടെൻസിൽസ് യൂസ്ഡ് ഇൻ കുക്കിംഗ് ആർ മെയ്ഡ് ഫ്രം അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം, കോപ്പർ, പോട്ടറി. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന യുടെൻസിൽസ് അത് എന്ത് മെറ്റീരിയൽ കൊണ്ട് മെയ്ഡ് ചെയ്തിട്ടുള്ളതാണ്? എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടാവാം? അയണിൻ്റെ യുടെൻസിൽസ് ഉണ്ടാവാം അല്ല, ഇരുമ്പ് പാത്രങ്ങൾ. പിന്നെയോ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ. ദെൻ അലുമിനിയം, കോപ്പർ. എന്താ കോപ്പർ? ചെമ്പ് പാത്രങ്ങൾ. പിന്നെയോ പോട്ടറി, മൺപാത്രങ്ങൾ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള യുടെൻസിൽസ് നമ്മളെല്ലാവരും യൂസ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ നോക്കുന്നേ? മെത്തേഡ്സ് ഓഫ് കുക്കിംഗ്. ഈ യുടെൻസിൽസൊക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്താണ് ഒരുപാട് മെത്തേഡിൽ കുക്ക് ചെയ്യും. എന്തൊക്കെ മെത്തേഡിൽ നമ്മൾ കുക്ക് ചെയ്യുക? എന്നും ഒരേപോലെയാണോ നമ്മൾ കുക്ക് ചെയ്യുക? അല്ല, ഡിഫറെൻറ്റ് മെത്തേഡിൽ നമ്മൾ കുക്ക് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ റോസ്റ്റിങ് അല്ലേ. നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യും? റോസ്റ്റിങ് ഉണ്ടാക്കും അല്ലേ. റോസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കും കറികൾ. പിന്നെയോ ബോയിലിങ് എന്ന് പറഞ്ഞാൽ വേവിക്കാം. നമ്മൾ ബോയിൽ ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കും അല്ലേ. എഗ്ഗ്, പിന്നെ എന്താ പൊട്ടാറ്റോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബോയിൽ ചെയ്യും. ദെൻ ഫ്രൈയിങ്. എന്താ ഫ്രൈയിങ്? വറക്കുക. നമ്മൾ ചിപ്സ് ഫ്രൈ ചെയ്യും അല്ലേ. യെസ്. ദെൻ ബേക്കിംഗ്. എന്താ ബേക്കിങ്? നമ്മൾ ബിസ്ക്കറ്റ്, കേക്ക്, അതൊക്കെ ബേക്ക് ചെയ്തിട്ടുണ്ടാക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ടി വിയിൽ കേക്കൊക്കെ ഉണ്ടാക്കണത് മൈക്രോവേവ് ഓവനിലൊക്കെ വെച്ചിട്ട്. അതിനെന്താ പറയുക? അത് ബേക്കിംഗ് ആണ് കേട്ടോ. ദ ലാസ്റ്റ് വൺ സ്ട്രീമിങ്. എന്താ സ്ട്രീമിങ്? ആവിയിൽ വേവിക്കുക. നമ്മളെന്ത് ചെയ്യും? ഇഡ്ഡലി, പുട്ട്, പിന്നെ എന്താ പറയുക, അതുപോലുള്ള ഐറ്റംസൊക്കെ നമ്മൾ എന്താ ചെയ്യുക? സ്ട്രീമിംഗ് ആണ്, ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് മെത്തേഡ്സും ഉണ്ട് കുക്കിങ്ങിന്. ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ഫുഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഫ്യൂവൽസ്. എന്താ ഫ്യൂവൽസ്? FUELS. ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ ഇന്ധനങ്ങൾ. എന്തൊക്കെ ഇന്ധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുക? നമുക്കറിയാം, കുക്ക് ചെയ്യണമെങ്കിൽ യുടെൻസിൽസ് മാത്രം പോരാ അല്ലേ, പാത്രങ്ങൾ മാത്രം പോരാ, നമുക്കൊരു സ്റ്റൗവ് വേണം. ആ സ്റ്റൗവിൽ നമുക്ക് എന്തൊക്കെ ഇന്ധനങ്ങൾ യൂസ് ചെയ്യാം? വുഡ്. ഫസ്റ്റ് വൺ വുഡ്. എന്താ? മരക്കഷ്ണങ്ങൾ അല്ലേ. നമ്മുടെ സാധാ അടുപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? വിറകൊക്കെ വെച്ച് കത്തിക്കും അല്ലേ. അപ്പോൾ വുഡ് യൂസ് ചെയ്യാം. ദെൻ കൗഡങ് കേക്ക്സ് എന്ന് പറഞ്ഞാൽ ഈ ചാണകം എന്ത് ചെയ്യും? അത് ഉണക്കിയിട്ട് എന്ത് ചെയ്യും? അത് കത്തിച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അതാണ് കൗഡങ് കേക്ക്സ്. നെക്സ്റ്റ് വൺ LPG. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് എല്ലാ വീട്ടിലും നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് LPG ഗ്യാസ് സ്റ്റൗ. ദെൻ ഇലക്ട്രിസിറ്റി എന്താ? കറണ്ടിൽ നമ്മൾ കറണ്ടിലൊക്കെ കുത്തി കുക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇൻഡക്ഷൻ കുക്കർ അല്ലേ, കറണ്ടിൽ കുത്തിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ദെൻ കോൾ, COAL, കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി കത്തിച്ചിട്ടും നമ്മൾ കുക്ക് ചെയ്യും. നെക്സ്റ്റ് ഗോബർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിച്ച് അതിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഗ്യാസാണ് ഗോബർ ഗ്യാസ് അഥവാ ബയോഗ്യാസ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കുക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ സൺലൈറ്റിനെ എങ്ങനെ കുക്ക് ചെയ്യുക? നിങ്ങൾ സോളാർ എന്ന് കേട്ടിട്ടുണ്ടോ? സോളാർ സ്റ്റൗവൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, സോളാർ പാനൽസ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
കുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സൂര്യൻ നമുക്ക് തരുന്ന ആ ഒരു ചൂട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കുക്ക് ചെയ്യാൻ സാധിക്കും. ദ ലാസ്റ്റ് വൺ, കെറോസിൻ ഓയിൽ. എന്താ കെറോസിൻ ഓയിൽ? മണ്ണെണ്ണ. മണ്ണെണ്ണയുടെ സ്റ്റൗവിലും എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്യാൻ എന്തുണ്ട്? ഒരുപാട് ടൈപ്പുള്ള ഫ്യൂവൽസ് അവൈലബിൾ ആണ്. എങ്കിൽ കൂടി ഇന്നിപ്പോൾ നമുക്കറിയാം നോർമലായിട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് LPG ആണ്. ടൈപ്സ് ഓഫ് ഫുഡ്സ്. നമുക്കറിയാം നമ്മൾ ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്തിട്ട് മാത്രമല്ല കഴിക്കുക. നമ്മൾ അൺകുക്ക്ഡ് ഫുഡ്സ് നമ്മൾ കഴിക്കും. ഈ അൺകുക്ക്ഡ് ഫുഡ്സിന് പറയുന്ന മറ്റൊരു പേരാണ് റോ ഫുഡ്സ്. അതായത് പച്ചയ്ക്ക് കഴിക്കുക അല്ലേ. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതൊക്കെ നമ്മൾ റോ ഫുഡായിട്ടാണ് കഴിക്കുക. നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മളത് കഴിക്കും. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? കുറച്ച് കുക്ക്ഡ് ഫുഡ് ഐറ്റംസും അൺകുക്ക്ഡ് ഫുഡ് ഐറ്റംസും പഠിക്കാം. വി ഈറ്റ് ബോത്ത് കുക്കഡ് ആൻഡ് അൺകുക്കഡ് ഫുഡ്. കുക്കഡ് ഫുഡ് ഐറ്റംസ്. ഫസ്റ്റ് ചേച്ചി കുറച്ച് കുക്കഡ് ഫുഡ് ഐറ്റംസിൻ്റെ പേര് പറഞ്ഞുതരാം. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലേ. ഇഡ്ഡലി, ദോശ, സാമ്പാർ, കേക്ക്, സൂപ്പ്, അങ്ങനെ ഒരുപാട് ഫുഡ് നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് കഴിക്കാം. ഇനി കുക്ക് ചെയ്യാതെ അൺകുക്കഡ് ഫുഡ് ഏതൊക്കെയാണ്? സാലഡ്. നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്തിട്ട് സാലഡ് ഉണ്ടാക്കി കഴിക്കും. ദെൻ ചട്നി. ചട്നി എങ്ങനെയാണ്? കുക്ക് ചെയ്യുമോ? ഇല്ല. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊക്കെ ഇട്ടൊന്ന് അരയ്ക്കും. അല്ലാതെ നമ്മളത് കുക്ക് ചെയ്യില്ല. അടുപ്പത്ത് വെച്ചിട്ട് അത് വേവിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. ദെൻ സാൻഡ്വിച്ച്, ജ്യൂസ്, മിൽക്ക് ഷേക്ക്, ഇതൊക്കെ നമ്മൾ കുക്ക് ചെയ്യാതെയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചേച്ചി കാണിച്ചു തന്ന ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോട്ടിൽ എഴുതുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു ആക്ടിവിറ്റി, കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങളൊരു A4 ഷീറ്റ് എടുത്ത് അതിൽ നല്ല ഭംഗിയായിട്ട് ഒട്ടിക്കുക കേട്ടോ. ആദ്യത്തെ പേജിൽ എന്ത് ചെയ്യുക? ആക്ടിവിറ്റി എന്ന് എഴുതിയിട്ട് ഈ ഒരു ഹെഡിങ് എഴുതുക, ക്വസ്റ്റ്യൻ എഴുതുക കേട്ടോ. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് എന്ന് കൊടുക്കുക. അടിയിൽ നിങ്ങളുടെ പേരൊക്കെ എഴുതുക. നെക്സ്റ്റ് പേജ് മുതൽ നിങ്ങൾ ഫുഡ് ഐറ്റംസിൻ്റെ കളക്ട് ചെയ്ത പിക്ചേഴ്സൊക്കെ ഒട്ടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക, നല്ല ഭംഗിയായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അപ്പോൾ എല്ലാവരും ചേച്ചി ഇപ്പോൾ കാണിച്ച നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. പിന്നെ ആ പിക്ചേഴ്സ്, ഫുഡ് ഐറ്റംസിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഒട്ടിക്കുക കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.